ഹായ്, ഞങ്ങളെ പുതിയ പിക്കപ്പ് ടാറ്റ ഇൻട്ര പിക്കപ്പ് V30 ആണ്. അത് ഞങ്ങൾ ഒരു യാത്ര പോവാണ്, കൊല്ലം വരെ യാത്ര. ഞങ്ങളെ പഴയ വണ്ടി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി എടുത്തേക്കുന്നത്. ഞാൻ ഉണ്ട്, എൻ്റെ മോൻ ഉണ്ട്, പിന്നെ എൻ്റെ ശേഷാറുണ്ട്. ആ വഴി നമ്മൾ ഒഴിച്ചിരുന്നു, റൈറ്റ് വളഞ്ഞു പോകാനുള്ള വഴിയാണ്. ഇവിടെ നിങ്ങൾ എത്താൻ പാടില്ല, ശരി, ഇങ്ങോട്ട് മാറ്റി നിർത്താം. പിന്നെ സീബ്ര ലൈൻ നോക്കിക്കോ. സീബ്ര ലൈനിൽ നമ്മൾ അല്പം സ്റ്റോപ്പ് ചെയ്യണം, ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കും. അത് കണക്കാക്കിയാണ് നമ്മൾ പോകാൻ. ഇപ്പോൾ അടുത്ത് ഇൻഫോസിസ് ആണ്, തിരുവനന്തപുരത്തെ ഇൻഫോസിസ് ആണ് കാണുന്നത്. ആ ബിൽഡിംഗ് ആണ് ഇൻഫോസിസ്. അടിപൊളിയല്ലേ, സൂപ്പർ. അമൃത എക്സ്പ്രസിൽ പോയപ്പോൾ ഈ ഫ്ലാറ്റ് കണ്ട്. ഇവിടെ നിന്നാണ് കണ്ടത്. ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് നല്ല വ്യൂ ആണല്ലേ അവിടെ. നമ്മളെ ക്യാമറ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ നല്ല ഇതായിട്ട് കാണും. കട്ടി ലൈലാൻഡിന്റെ ഷോറൂമൊക്കെ ഇവിടെ ആയി. അത് തന്നെയാ, പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ വന്നോണ്ടിരുന്നത്. ഇപ്പൊ മെയിൻ റോഡിലായി. പോയാൽ ചിറയൻകീഴൊക്കെ പോകാൻ പറ്റും. കടയ്ക്കാവൂർ, ചിറയൻകീഴ്, വട്ടം ഒക്കെ പോകാൻ പറ്റും. ഇവിടെ ഒരു ആറ്റിങ്ങൽ കോടതി ഉണ്ട് കേട്ടോ. കോടതി, ആറ്റിങ്ങൽ കോടതി ഈ സൈഡിലാണ്, റൈറ്റ് സൈഡ്. ഇതിപ്പം ഞായറാഴ്ച കൊണ്ടാണ് തിരക്കില്ല, അതുകൊണ്ട് ആറ്റിങ്ങൽ കോടതി കഴിഞ്ഞു. സീലാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി നമുക്ക് അങ്ങ് വേളിയൊക്കെ, ആ ഭാഗത്തൂടെ വേളി പെരുമാറൊക്കെ പോകാൻ പറ്റും. അവിടെ നിന്ന് ലെഫ്റ്റ് പോയി അതുപോലെ വക്കം, കടയ്ക്കാവൂർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. കാറിനൊരു പേര് വഴി പറയും.
ഓ പിന്നെ പൈസ അറിയുന്ന പള്ളിയുണ്ട്, കടുവ പള്ളി അപ്പുറത്ത്. സൗണ്ട് കൊടുക്കാൻ പറ്റൂല ഈ മ്യൂസിക് പാട്ട് കിടന്നാല്. തന്നെ ചില്ലറ പൈസയൊക്കെ അതിൽ കാന്തത്തിൽ പിടിച്ചെടുക്കും. കാന്തമുണ്ട്, കടുവ പള്ളി എന്നുള്ള സ്ഥലമാണ്. ആൾക്കാർ ദക്ഷിണ അവിടെ ഒരു പൈസ ഇട്ടിട്ടുണ്ട്, അത് വിശ്വാസം. യൂസ്ഡ് കാർ കമ്പനികൾ ഈ പരിസരത്ത് ഒരുപാടുണ്ട് കേട്ടോ. യൂസ്ഡ് കാറുണ്ടല്ലേ. നല്ലൊരു ബേക്കറി വേണം നിർത്താം. ഈ സൈഡ് ഓപ്പൺ ആയില്ലേ? ഇവിടെ ഓപ്പൺ ആയി. പരമൂർ കൊച്ചി. കൊച്ചിയിൽ ഇവിടെ 160 കിലോമീറ്റർ. സൂപ്പർ അല്ലേ? കൊള്ളാം. ഇത് വില കിടക്കും ഓപ്പൺ ആകുമ്പോ കേട്ടാ. മൊത്തം അങ്ങനെ നിന്ന് വരെ ഇതേപോലെ എത്തിക്കാൻ വീഡിയോ ചെയ്യണ്ട. SHBS ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ കൊല്ലാക്കാൻ നമുക്ക് അരമണിക്കൂർ മതി. കൊല്ലത്ത് പോകാൻ 3/4 മണിക്കൂറിന് കൊല്ലം എത്തും. അവിടെ തിരുവനന്തപുരം 1, 2, 3 വരിയാണ്. 3, 6 വരി പാതയാണ്. ഇങ്ങനെയാണ് എല്ലായിടത്തും വന്നത്. പറക്കണ് ലൈറ്റ് ചെക്ക് ചെയ്യണേ. 78-80 കയറി വേണം. 80 കയറി വണ്ടി കേട്ടോ. അത്രേ പോളൂ. എത്ര 80, 82 പോളൂ. മല വെക്കൂടാ. മല പഠിക്കാൻ അവന്മാര് ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കും. മാക്സിമം 70 നിൽക്കുകയാണ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഇവിടെ പോലെ ഓപ്പൺ ആയത് കാര്യം പോകുന്നത് കല്ലമ്പലമാണ്. കല്ലമ്പലെത്തിയ വർക്കലപ്പുഴ വഴി കിടക്കുന്നുണ്ട്. അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി ഫ്രീ. ഈ പ്ലാസ പൈസ അടയ്ക്കും. ടോളാ? ഈ പ്ലാസ ഇതില്ലേ ടോള്? ഇതില്ലടാ. ടോൾ ഉണ്ടെന്നാണ്. ടോളില്ല. ഇല്ലേ? എടുത്തിട്ടില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് 70 കിലോമീറ്റർ. നമ്മളിപ്പോ പോണ 70 ഇല്ല, 60-നകത്തേ ഉള്ളൂ. കൊല്ലം വരെ ഇല്ലേ? കൊല്ലമില്ല. പോണില്ലല്ലോ, അതിന് മുമ്പല്ലേ. അത് മുന്നേ നമ്മൾ കൊല്ലത്തേക്ക് പോണം. നമ്മളെ റോഡാണ്, നമ്മൾ NH ഹൈവേ. കുറച്ച് ഭാഗം ഓപ്പണായ സ്ഥലമാണ് ഈ കാണുന്നത്. എന്താ അടിപൊളിയെന്ന് നോക്കാം. സൂപ്പറായിരിക്കും കേട്ടോ. അടിച്ച് പോവാം. 100-ലൊക്കെ ചവിട്ടി വിടാം. 6-ലൊക്കെ അടിപൊളി. കുറച്ച് പേര് ഇതുപോലെ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ആയിക്കഴിഞ്ഞാണ്ടല്ലേ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പാലക്കാടൊക്കെ ധാവറമ്പ് എത്താൻ പറ്റും. കൊച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സമയം ലാഭിച്ചെത്താൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് കിടപ്പുണ്ട് റോഡ്. സത്യം പറഞ്ഞാൽ സൈഡ് ബാക്കി സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഇങ്ങോട്ട് പോകണം. എവിടെയാണെന്ന് അറിഞ്ഞൂടാ സ്ഥലമൊക്കെ അങ്ങ് മറന്നു. ഇവിടെ കയറി കഴിച്ചാൽ നേരത്തെ വന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ഇവിടെ മൊത്തം മാറി ഇടലായിരിക്കും. അല്ല, ഡൽഹി ബോംബെ റോഡല്ല, നമ്മളെ കേരളത്തിനകത്തുള്ള കൊല്ലം അല്ല വർക്കല കല്ലമ്പല ആ ഭാഗം ചാത്തന്നൂർ ഭാഗത്തുള്ള റോഡാണ്. ഹൈവേ ഓപ്പണായ റോഡാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ടോള് ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. പക്ഷെ ക്യാഷ് എടുത്ത് തുടങ്ങിയില്ല. ടോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോളെല്ലാം കൊടുക്കാൻ റെഡി ആയിക്കോ.
എന്തായാലും തിരുവനന്തപുരത്ത് കൊച്ചി വരെ ഒരു 5-6 ടോളെങ്കിലും കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി അടിപൊളി. ഇനി ബാക്കി ഭാഗം കൂടെ പണിഞ്ഞത് കേട്ടാ. ഇതുപോലെ അങ്ങോട്ട് പണിഞ്ഞാൽ മാത്രം മതി. ബാക്കി ഇവിടെയൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞു. ഫുള്ളായി. വണ്ടികളൊക്കെ പോലെ പോക്കുണ്ട്. കാരംകോട് സ്ഥലമാണ്. കണ്ടല്ലോ നമ്മുടെ റോഡ് അടിപൊളി സൂപ്പർ. ഇത് എങ്ങനെയുണ്ടോ റോഡ്? കൊറേ ഉണ്ട്. ഏകദേശം കുറേ ദൂരം വരെ അവർ ഓപ്പണായി. മഴക്കോളൊന്നും ഇല്ല. ഉണ്ടോ? ടാർപ്പാളം മതി. തടി തന്നെയല്ല ഞാൻ പോകുന്നു. അങ്ങ് കിടക്കണ് റോഡ്, അങ്ങ് കിടക്കണ്. ഫുള്ള് ഓപ്പണായ നമുക്ക് പിന്നെ അതുവഴി പോണ്ട. എംസി റോഡ് വഴി വിടണ്ട. പക്ഷെ ടോൾ എടുക്കണം. ടോൾ എടുത്തേ പോകാൻ പറ്റുള്ളൂ. എംസി റോഡിൽ ടോളൊന്നും ഇല്ല കേട്ടോ. ഓ എംസി റോഡ് നമുക്ക് കേരളം വരെയും കൊച്ചി കേരളം വരെയും ടോളൊന്നും അങ്ങ് പോവാം. തീർന്നില്ല, അടുത്ത പാലം. അതുപോലെ മറ്റുള്ള പാലങ്ങളെല്ലാം ഇനി കണക്ക് പിന്നെ ഇപ്പം അങ്ങോട്ട് പണി കേട്ടോ പെട്ടെന്ന്. ഇനി പെട്ടെന്ന് തീരും. ഇവിടെ എല്ലാം ഷോക്ക് ആയില്ല, പണി കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ടല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരു ലൈന് ഓപ്പൺ ആകാൻ വേണ്ടിയാണ് ഇത്രയും അവിടെ ഇട്ടേക്കണത് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലിയർ എടുക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങോട്ട് കഴക്കൂട്ടം ഭാഗത്തോട്ട് ഇട്ടേക്കുന്നത്. ഒട്ടിയ പട്ടി കിടക്കണ ചത്ത്. അതിൻ്റെ അടിയുണ്ട്, അതിൻ്റെ അടി. ഇവിടെ കടക്കുന്നുണ്ട് കേട്ടോ. ഈ നാട് ഉള്ളതാണ്.
അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞ വീഡിയോ എടുക്കായിരുന്നു. ആ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ടാർപ്പ എല്ലാം കൂടി വെളിയിൽ പോയി. അങ്ങനെ ടാർപ്പ് കെട്ടാനായിട്ട് വഴിയിൽ ഇറങ്ങിയതാണ്. കെട്ടിക്കഴിഞ്ഞ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ തണുപ്പില്ലാത്തതാണ്.